വിമത വൈദിക ഗുണ്ടായിസത്തിന്റെ നേർക്കാഴ്ചയായി എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക യോഗം. ഏകീകൃത കുർബാന ഉടൻ നടപ്പാക്കണമെന്ന വത്തിക്കാന്റെ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ വിളിച്ചു ചേർത്ത എറണാകുളത്തെ വൈദിക യോഗമാണ് രാഷ്ട്രീയ പാർട്ടികളെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ ഒച്ചപ്പാടിലും ബഹളത്തിലും കലാശിച്ചത്. രാവിലെ യോഗം തുടങ്ങിയതു മുതൽ വൈകുന്നേരം സമാപനം വരെ അച്ചടക്കമില്ലായ്മ പ്രകടമാക്കാൻ വിമത വൈദികർ മത്സരിച്ചു. രാവിലെ 10:30 യോഗം ആരംഭിച്ചപ്പോൾ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള വത്തിക്കാൻ പൗരസ്ത്യ കാര്യാലയത്തിന്റെയും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെയും കത്ത് വായിച്ചു. ഏകീകൃത കുർബാന നടപ്പാക്കുന്നത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ കത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിമതർ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ജനാഭിമുഖ കുർബാന വേരിയന്റായി അനുവദിക്കണമെന്നും തങ്ങളുടെ നിലപാടിലേക്ക് വത്തിക്കാൻ വരണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു വിമത വൈദികർ ഒച്ചപ്പാടുണ്ടാക്കിയത്. ഇത് രണ്ടും അംഗീകരിച്ചില്ലെങ്കിൽ മാർപ്പാപ്പയുടെ കീഴിൽ വേറെ മെത്രാപ്പോലിത്തൻ സഭയാക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ടുവച്ചു. വിശ്വാസികൾക്ക് മാതൃകയാകേണ്ട വൈദികർ അക്രമികളെയും തെരുവുഗുണ്ടകളെയും വെല്ലുന്ന രീതിയിൽ അധിക്ഷേപങ്ങളും ആക്രോശങ്ങളും നടത്തി. ഇതെല്ലാം കേട്ടിരുന്ന മാർ തോമസ് ചക്കിയത്ത് പിതാവും മേജർ സെമിനാരി റെക്ടറും എറണാകുളം ബസിലിക്ക വികാരിയുമായിരുന്ന ഫാദർ ആന്റണി നരികുളവും പോലും വൈദികരുടെ പെരുമാറ്റ ശൈലി അപലപനീയമാണെന്ന് അഭിപ്രായപ്പെട്ടെങ്കിലും ഇവർ പാലൂട്ടി വളർത്തിയവരുടെ മുന്നിൽ ചെറുവിരൽ അനക്കാൻ അവർക്കായില്ല. നിയമവിരുദ്ധ ജനാഭിമുഖ കുർബാനയുടെ പേരിൽ എന്ത് ശിക്ഷാ നടപടി മാർപ്പാപ്പ സ്വീകരിച്ചാലും ട്രൈബ്യൂണലുകൾ രൂപീകരിച്ച് തങ്ങളെ വിസ്തരിക്കാൻ ഒരുമ്പെട്ടാലും അതെല്ലാം നേരിടാൻ തയ്യാറാണെന്നായിരുന്നു ഇവരുടെ അവകാശവാദം. തങ്ങളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടാലും പുട്ടും കടലയും ഉണ്ടാക്കാൻ അറിയാമെന്നും അത് ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തുമെന്നും ഒരു വൈദികൻ അഭിപ്രായപ്പെട്ടത് കേട്ടിരുന്നവരെ പോലും ഞെട്ടിച്ചു. MTN സുഗാർ കൊടുത്ത കേസുകളിൽ പള്ളികൾക്കൊപ്പം നിൽക്കാതെ വാദികൾക്ക് അനുകൂലമായി പുത്തൂർ മെത്രാൻ സത്യവാങ്മൂലം കൊടുക്കുന്നതിനെയും വൈദികർ രൂക്ഷമായി വിമർശിച്ചു. കോടതി ചെലവ് കുറച്ചിട്ടേ തിരട്ട് സംഖ്യ നൽകാവൂ എന്ന് അച്ഛന്മാർ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ പരമാവധി വൈദികരെ പങ്കെടുപ്പിക്കുവാൻ വിമതർ നേരത്തെ കച്ചകെട്ടി ഇറങ്ങിയിരുന്നു. ഇടക്കുന്നിലെയും തൃക്കാക്കരയിലെയും വൈദിക മന്ദിരങ്ങളിൽ നിന്ന് പ്രത്യേക വാഹനങ്ങളിലാണ് റിട്ടയേർഡ് വൈദികരെ ഇറക്കിയത്. ശക്തി ചോർന്ന് ക്ഷയിച്ച തങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അതിരൂപതയുടെ ബാനറിൽ വരുത്തി തീർക്കുകയായിരുന്നു വിമത വൈദികരുടെ ലക്ഷ്യം. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച എറണാകുളം അതിരൂപത ആസ്ഥാനത്ത് വിളിച്ചുകൂട്ടിയ ഫൊറോന വികാരിമാരുടെ അഭിപ്രായത്തെ മാനിച്ചും പേപ്പൽ ഡെലിഗേറ്റ് മാർ സിറിൽ വാസിൽ, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ എന്നീ പിതാക്കന്മാരുടെയും അനുമതിയോടെയാണ് വൈദിക കൂട്ടായ്മ വിളിച്ചുകൂട്ടിയതെന്നാണ് ബന്ധപ്പെട്ടവർ അവകാശപ്പെട്ടത്. എന്നാൽ ഇപ്രകാരം ഒരു കൂട്ടായ്മ വിളിച്ചു ചേർക്കേണ്ടത് അനിവാര്യമായിരുന്നോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി പറയാൻ മാർ ബോസ്കോ പുത്തൂരിന് പോലും കഴിയുന്നില്ല. വത്തിക്കാനിൽ നിന്ന് മേജർ ആർച്ച് ബിഷപ്പിന് ലഭിച്ച കത്തിന്റെ ഉള്ളടക്കം വൈദികരെ അറിയിക്കാനായിരുന്നു യോഗമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ആവശ്യമില്ലായിരുന്നുവെന്ന് വത്തിക്കാൻ പോലും വിലയിരുത്തി എന്നാണ് സൂചന. മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി മേൽപ്പറഞ്ഞ കത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തൽ കത്തായി തയ്യാറാക്കി ഫൊറോന വികാരിമാരെ ഏൽപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യത്തെ തന്ത്രപൂർവ്വം മറികടക്കാൻ ഫൊറോന വികാരിമാർ തങ്ങളുടെ കീഴിലുള്ള പള്ളികളിലെ വൈദികരെ വിളിച്ചുകൂട്ടി കത്ത് കൈമാറാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു. വൈദിക കൂട്ടായ്മ വിളിച്ചുകൂട്ടി അഡ്മിനിസ്ട്രേറ്റർ തന്നെ അച്ഛന്മാരെ വിവരങ്ങൾ അറിയിച്ച് കത്ത് കൈമാറിയാൽ മതിയെന്ന് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ഈ കുതന്ത്രത്തിൽ കുടുങ്ങിയാണ് ചൊവ്വാഴ്ച പ്രോട്ടോസിഞ്ചല്ലൂസിനെ കൊണ്ട് പ്രസ്ബിറ്റേറിയം വിളിച്ചുകൂട്ടുവാനുള്ള ക്ഷണക്കത്ത് എല്ലാവർക്കും അയക്കാനിടയായത്. കത്തുകൾ വൈദികർക്ക് പോസ്റ്റ് വഴി അയച്ചു കൊടുത്താൽ മതിയെന്നിരിക്കെ അതിന് തുനിയാതിരുന്നത് മാർ ബോസ്കോ പിതാവും കൂരിയയും വിമതരോട് ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെ തുടർന്നാണെന്ന് ആക്ഷേപമുണ്ട്. സഭയോടും സഭാ നേതൃത്വത്തോടും കൂറും വിധേയത്വവും പുലർത്തേണ്ട അഡ്മിനിസ്ട്രേറ്റർ സ്വകാര്യ നേട്ടത്തിനു വേണ്ടി പരിശുദ്ധ പിതാവിനെയും സിനഡ് പിതാക്കന്മാരെയും വിമത ഗുണ്ടാ വൈദികർക്ക് പിച്ചിച്ചീന്താൻ വിട്ടുകൊടുത്തത് അക്ഷന്തവ്യമായ അപരാധമായി പോയി എന്നാണ് വിശ്വാസികൾ പറയുന്നത്.